Good morning to all of you. Today we are going to talk about combined standard deviation. The combined standard deviation of two or more groups can be calculated by applying the following formula. Sigma 1 2 is equal to square root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square divided by n1 plus n2. Sigma 1 2 is combined standard deviation. Sigma 1 standard deviation of the first series. Sigma 2 standard deviation of the second series. D1 is equal to x bar 1 minus x bar 1 2. D2 is equal to x bar 2 minus x bar 1 2. X bar 1 2 is combined mean. N1 number of items in the first series. N2 number of items in the second series. Two samples of size 100 and 150 have means 50 and 60 and standard deviations 5 and 6. Find mean and standard deviation of the combined sample size. രണ്ട് സാമ്പിൾ സൈസ് ആണ്, അതിൻ്റെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുതലായവ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ രണ്ട് സീരീസുകളുടെയും ഒരുമിച്ചുള്ള മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുക. ഒന്നാമത്തെ സാമ്പിൾ സൈസിന് n1 എന്ന് പറയുന്നത് 100 ആണ്. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് എക്സ് ബാർ 1 ഈസ് ഈക്വൽ ടു 50 ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 എന്ന് പറയുന്നത് 5 ആണ്. രണ്ടാമത്തെ സാമ്പിൾ സൈസ് 150, n2 എന്ന് പറയുന്നത് 150 ആണ്. രണ്ടാമത്തെ സാമ്പിൾ സൈസിൻ്റെ മീൻ എക്സ് ബാർ 2 എന്ന് പറയുക 60 ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക സിഗ്മ 2 എന്ന് പറയുന്നത് 6 ആണ്. ആദ്യം കമ്പൈൻഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് ബാർ 1 2 ഈസ് ഈക്വൽ ടു n1 എക്സ് ബാർ 1 പ്ലസ് n2 എക്സ് ബാർ 2 ഡിവൈഡ് ബൈ n1 പ്ലസ് n2. കമ്പൈൻഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. എക്സ് ബാർ 1 2 ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 50 പ്ലസ് 150 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 150. ആയതിനാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുക 56 ആണ് ലഭിക്കുക. ഇനി കമ്പൈൻഡ് മീൻ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിൻ്റെ ഭാഗമായി D1 D2 എന്നിവ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. D1 എന്ന് പറയുക എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 1 2 ആണ്. ആയതിനാൽ D1 ഈസ് ഈക്വൽ ടു എക്സ് ബാർ 1 ഒന്നാമത്തെ സീരീസിൻ്റെ മീൻ എന്ന് പറയുന്നത് 50 ആണ്, മൈനസ് അതിൻ്റെ കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് 56 ആണ്. ഈസ് ഈക്വൽ ടു D1 ഈസ് ഈക്വൽ ടു മൈനസ് 6. D2 ഈസ് ഈക്വൽ ടു എക്സ് ബാർ 2 മൈനസ് എക്സ് ബാർ 1 2 രണ്ടാമത്തെ സീരീസിൻ്റെ മീനിൽ നിന്നും അതിൻ്റെ കമ്പൈൻഡ് മീൻ ലെസ് ചെയ്യുക. ആയതിനാൽ 60 മൈനസ് 56 ഈസ് ഈക്വൽ ടു 4 ആണ്. Calculation of combined standard deviation. Sigma 1 2 is equal to square root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square divided by n1 plus n2. ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. തുടർന്ന് ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്ന ലെറ്റേഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫിഗേഴ്സ് അപ്ലൈ ചെയ്യുക. n1 എന്ന് പറയുന്നത് 100 ആണ്. സിഗ്മ 1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 100 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് n2 എന്ന് പറയുന്നത് 150 ആണ്.
സിഗ്മ 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 150 ഇൻറ്റു 6 സ്ക്വയർ പ്ലസ് N1 എന്ന് പറയുന്നത് 100 ആണ്. D1 എന്ന് പറയുന്നത് -6 ആണ്. അതുകൊണ്ട് 100 ഇൻറ്റു -6 സ്ക്വയർ പ്ലസ് N2 എന്ന് പറയുന്നത് 150, D2 എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് 150 ഇൻറ്റു 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 100 പ്ലസ് N2 150. അത് തുടർന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക 7.457 ആണ് ലഭിക്കുക. ഈ പ്രോബ്ലം പൂർത്തീകരിച്ച് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 33, 34, 35 മുതലായവ കമ്പൈൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് അനുബന്ധമായി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഹോംവർക്കായിട്ട് പൂർത്തീകരിക്കുക. പ്രോബ്ലം ചെയ്തു നോക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക.